ബഹുമാനപ്പെട്ട പരസ്പരം വായനക്കൂട്ടത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പരസ്പരം വായനക്കൂട്ടത്തിൻ്റെ 223 ഓൺലൈൻ സാഹിത്യ സമ്മേളനത്തിൽ ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് മൂവാണ്ടൻ മാവ്. എൻ്റെ പേര് ഷാജിമോൻ ഒളശ. വിശാലമായ വീട്ടുമുറ്റത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മൂവാണ്ടൻ മാവ്. ഇലകൾ മറയും വിധം കുലകുലയായി നിറയെ മാങ്ങകൾ. കുറേ വർഷങ്ങളായി ആരും ഒന്ന് കൊതിച്ചു പോകും വിധമായിരുന്നു മൂവാണ്ടൻ മാവ് കായ്ഫലവും നൽകിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു നാടൻ മാവ്. ഏതോ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന മാമ്പഴം തിന്നപ്പോൾ തോന്നിയ രുചിയിൽ 2-3 മാങ്ങാണ്ടികൾ പാകിയെടുത്തതായിരുന്നു. 2 മുളച്ചു, പക്ഷേ ഒന്നേ പൂർണ്ണതയിലെത്തിയുള്ളൂ. അന്ന് മാമ്പഴം തിന്നതും കൊതിയൂറിയതും എല്ലാം ഇന്നും ഇന്നലകൾ പോലെ സൗദാമിനി ഓർമ്മിക്കുന്നു. ഗർഭകാലത്തെ മോഹങ്ങൾ ഒന്നൊന്നായി ദിനം പ്രതി പറയുമ്പോഴും ഭർത്താവ് രാകേഷ് സന്തോഷപൂർവ്വം വാങ്ങിത്തരുമായിരുന്നു. അതിൻ്റെ മധുരവും തൃപ്തിയും ഒന്ന് വേറെ തന്നെയായിരുന്നു. ഓർമ്മകൾ ഇന്നും സൗദാമിനിയുടെ നാവിൽ നിന്നും വെള്ളമൂറി ഇറങ്ങിക്കൊണ്ടിരുന്നു. പ്രസവത്തോടടുത്ത ഒരു നാളായിരുന്നു മാമ്പഴമോഹം. പറഞ്ഞ മാത്രയിൽ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ സുഗന്ധവും ഭംഗിയും ഒന്ന് വേറെ തന്നെയായിരുന്നു. മഞ്ഞക്കളറുള്ള പഴുത്ത മാമ്പഴം. കാഴ്ച പോലെ തന്നെ സുന്ദരമായിരുന്നു ഓരോ മാമ്പഴത്തിൻ്റെയും രുചിയും. മാമ്പഴം കഴിച്ച സംതൃപ്തിയിൽ രാകേഷിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. മണൽ ചാക്കിൽ മാങ്ങാണ്ടികൾ പാകി കിളിർപ്പിച്ചു. അതിൽ ഒന്നു മാത്രം ഇന്നും തലയെടുപ്പോടെ ആടി ഉലഞ്ഞു നിൽക്കുന്നു. മകൻ്റെ അതേ പ്രായം. സൗദാമിനി മാവും മകനും ഒരുപോലെ സംരക്ഷിച്ചു വളർത്തി വലുതാക്കി. സൗദാമിനി ആദ്യവും അവസാനവുമായി ഒന്നേ പ്രസവിച്ചിരുന്നുള്ളൂ. സൗദാമിനിയുടെ പ്രസവം അല്പം പ്രശ്നമായിരുന്നു. ഇനി മറ്റൊരു പ്രസവം നടത്തരുത് എന്ന് ഡോക്ടറുടെ കർശന നിർദ്ദേശം പാലിച്ച് സൗദാമിനി മകനെ പൊന്നുപോലെ വളർത്തി. ഒപ്പം മകളെപ്പോലെ മാവും. രണ്ടും സൗദാമിനിയുടെ ജീവനായിരുന്നു. ഇന്നും മാവിൻ ചുവട് എപ്പോഴും വൃത്തിയായേ സൗദാമിനി ഇടാറുള്ളൂ. അതിൻ്റെ ചുറ്റും വൃത്താകൃതിയിൽ കരിങ്കല്ലിൽ മനോഹരമായി മാവിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നു. എല്ലാം സൗദാമിനിയുടെ ആഗ്രഹപ്രകാരമായിരുന്നു ചെയ്തിരുന്നത്. വീട്ടിലുള്ളവരും ബന്ധുക്കളും അയൽവാസികളും മറ്റും വരുമ്പോൾ വിശ്രമകേന്ദ്രം കൂടിയാണ് മാവിൻ ചുവട്. അത്ര മനോഹരമായിട്ടായിരുന്നു സംരക്ഷിച്ചിരുന്നത്. സൗദാമിനി ഇന്ന് വെളുപ്പിന് മുതൽ മാവിൻ ചുവട്ടിലായിരുന്നു. വെളുപ്പിനെ കട്ടൻ കാപ്പി കുടിച്ചതും മാവിൻ ചുവട്ടിലിരുന്ന് തന്നെയായിരുന്നു. ഒപ്പം രാകേഷും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സൗദാമിനിക്ക് കൂട്ട് മൂവാണ്ടൻ മാവ് മാത്രം. ആടിയുലഞ്ഞും മാമ്പഴം പൊഴിച്ചും മൂവാണ്ടൻ മാവ് സൗദാമിനിയോട് സ്നേഹം പ്രകടനം നടത്തിക്കൊണ്ടിരുന്നു. മകൻ ആരോമലിൻ്റെ കോളേജിൽ നിന്ന് വൈകിട്ട് വന്ന ഫോണോടുകൂടി രണ്ടാളും ആകെ അസ്വസ്ഥരായിരുന്നു. രക്ഷിതാവ് എത്രയും വേഗം എത്തണം, കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ പറയാം. അത്രമാത്രമായിരുന്നു ഫോൺ സന്ദേശം. തൊട്ടടുത്ത ജില്ലയിൽ തന്നെയുള്ള മികച്ച എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ആരോമലിന് അഡ്മിഷൻ എടുത്തത്. രാകേഷിനെ യാത്രയാക്കിയ ശേഷം സൗദാമിനി ഒരേ ഇരിപ്പായിരുന്നു മാവിൻ ചൂട്ടിൽ. ഇടയ്ക്ക് എഴുന്നേറ്റ് മാവിന് ചുറ്റും നടക്കും. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. അതിനിടയിൽ സൗദാമിനിക്കായി പൊഴിഞ്ഞു വീഴുന്ന മാമ്പഴങ്ങൾ പെറുക്കി വയ്ക്കുന്നുമുണ്ടായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കുപ്പിവെള്ളം കുടിച്ചും മാമ്പഴം തിന്നും സൗദാമിനി അവിടെ തന്നെ കഴിച്ചുകൂട്ടി. പിന്നെ പിറകിലോട്ട് വളരെ പിന്നോക്കം സൗദാമിനി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആരോമൽ, അവൻ്റെ ജനനം മുതൽ സന്തോഷത്തിമിർപ്പിൽ ആറാടിയ നാളുകൾ. അവന് വേണ്ടി വാങ്ങിക്കൂട്ടിയ എത്രയെത്ര സാധനങ്ങൾ. ആഗ്രഹിക്കും മുമ്പ് അവന് ഒരു കുറവും വരാത്ത വിധം വാരിക്കോരി നൽകിക്കൊണ്ടിരുന്നു. രാകേഷ് ഇടയ്ക്കിടയ്ക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴും താൻ അവന് വേണ്ടി വാദിച്ച് സാധിച്ചു കൊടുത്തിരുന്നു. ചില കാര്യങ്ങൾ ആരും അറിയാതെയും അവന് നൽകിക്കൊണ്ടിരുന്നു. അവൻ്റെ സ്നേഹം സൗദാമിനിക്കും തിരിച്ചും ആവശ്യത്തിലധികം കൈമാറിക്കൊണ്ടിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കാൻ പോകുമ്പോഴും അവൻ തൻ്റെ കയ്യും പിടിച്ചായിരുന്നു പോയിരുന്നത്. സൗദാമിനി ഇന്നും ഓർക്കുന്നു. ഹോസ്റ്റലിൽ നിർത്തിയ ആദ്യ ദിവസം രാത്രിയിൽ തന്നെ അവൻ്റെ പൊട്ടിക്കരച്ചിലുമായുള്ള വീഡിയോ കോൾ കണ്ട മാത്രയിൽ നിർബന്ധപൂർവം താൻ രാകേഷിനൊപ്പം കാറുമായി അവിടെ എത്തി. പുറത്ത് ഹോട്ടലിൽ മുറിയെടുത്ത് അവനൊപ്പം 4 നാൾ താമസിച്ചു. ആ സമയത്ത് അവന് പറ്റിയ കൂട്ടുകാരെ തേടിപ്പിടിച്ച് അവനെ ശാന്തനാക്കി. ആദ്യ നാളുകളിലെ കുറച്ച് ദിനങ്ങളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണീർ പൊഴിച്ചുകൊണ്ട്
അവൻ ഫോണിലൂടെ വരും. താനും ഉറങ്ങാറില്ലായിരുന്നു. പിന്നീട് നാളുകൾ, മാസങ്ങൾ കടക്കുംതോറും അവനെ ഫോണിൽ വിളിച്ചാൽ കിട്ടാറില്ലാത്ത അവസ്ഥയിലെത്തി. പഠിത്തത്തിൻ്റെ തിരക്കിൽ അവനെല്ലാം ശീലമാക്കിയതുപോലെ താനും പാകപ്പെടുത്തിയെടുത്തു. പക്ഷേ ഇന്നും കിടക്കാൻ നേരം തൻ്റെ ഉള്ളിൽ നീറ്റൽ അനുഭവപ്പെടാറുണ്ട് എന്ന സത്യം സൗദാമിനിക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യമായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ അവൻ ഉറങ്ങൂ. അവൻ എത്ര വലുതായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. തൻ്റെ മുത്തം കിട്ടാതെ ആരോമലും അവൻ്റെ മുത്തം കിട്ടാതെ താനും ഉറങ്ങിയിരുന്നതേയില്ല. എവിടെ യാത്ര പോയാലും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നും സൗദാമിനിയുടെ ഓർമ്മകളിലൂടെ ഓരോ രംഗങ്ങളും കടന്നു പോകുന്നു. നാട്ടുകാരുടെ ഇടയിലും പറയുന്നവർ ധാരാളമായിരുന്നു. അമ്മയും മകനും ഇങ്ങനെയാവണം. കുട്ടിക്കാലം മുതലേ ആരോമലിൻ്റെ ഓരോ കാര്യത്തിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ സൗദാമിനിക്ക് തന്നെയായിരുന്നു. സ്വഭാവത്തിലും പഠിത്തത്തിലും മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ ആരോമലിന് വാനോളവും ലഭിക്കുമ്പോഴും സൗദാമിനിയുടെ ഉള്ളം അല്പം അഹങ്കരിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സൗദാമിനി രാകേഷിനോട് പറയുമായിരുന്നു, നമുക്ക് ദൈവം തന്ന വരദാനം, നമ്മുടെ മകൻ നമ്മളെ പൊന്നുപോലെ സംരക്ഷിക്കും. അപ്പോഴെല്ലാം രാകേഷിന് ഒന്നേ പറയുവാനുണ്ടായിരുന്നുള്ളൂ, മാമ്പൂവ് കണ്ടും മക്കളെ കണ്ടും. രാകേഷ് ഇത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സൗദാമിനി മുഴിപ്പിക്കുവാൻ സമ്മതിക്കാതെ പറഞ്ഞു തുടങ്ങും, ഇതുപോലെ ഒരു മകനെ കിട്ടിയതിൽ സന്തോഷിക്ക് ചേട്ടാ. മകനെ തന്ന ദൈവത്തിന് നന്ദി പറയാനും സൗദാമിനി മറന്നിരുന്നില്ല. സൂര്യൻ അസ്തമനത്തിനായി തയ്യാറെടുക്കുമ്പോഴും സൗദാമിനി മാവിൻ ചുവട്ടിൽ തന്നെ ആലോചനയിൽ മുഴുകിയിരുന്നു. മൂവാണ്ടൻ മാവിൻ്റെ കനിവിലായിരുന്നു സൗദാമിനിയുടെ ഇന്നത്തെ ദിവസം. കടുങ്കാപ്പി അല്ലാതെ ഒന്നും സൗദാമിനി ഉണ്ടാക്കിയതുമില്ല. മാവ് അറിഞ്ഞു നൽകുന്ന മാമ്പഴവും ഫ്രിഡ്ജിലെ വെള്ളവും മാത്രമായിരുന്നു സൗദാമിനിയുടെ ഇന്നത്തെ ഭക്ഷണം. വഴിയിലേക്ക് കണ്ണും നട്ട് സൗദാമിനി മാവിൻ ചുവട്ടിൽ തന്നെയിരുന്നു. രാകേഷിൻ്റെ കാർ വരുന്നത് കണ്ട മാത്രയിൽ സൗദാമിനി ചാടി എഴുന്നേറ്റു. രാകേഷ് പോർച്ചിലേക്ക് കാർ കയറ്റാതെ മുറ്റത്ത് തന്നെ നിർത്തി. സമീപത്തേക്ക് ഓടിയെത്തിയ സൗദാമിനിയെ രാകേഷ് മാറോട് ചേർത്ത് പിടിച്ചു. അയാൾ പൊട്ടിക്കരഞ്ഞു. പിടിച്ചു വെച്ച വേദനകളെല്ലാം പുറത്തേക്ക് ഒഴുകിയിറങ്ങി. സൗദാമിനിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയാതെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് വിതുമ്പുവാൻ മാത്രമേ രാകേഷിന് കഴിഞ്ഞിരുന്നുള്ളൂ. കാര്യമറിയാതെ സൗദാമിനിയും വേദന നിറഞ്ഞ രാകേഷും ഒന്നായി ചേർന്നപ്പോൾ ഒഴുകിയിറങ്ങിയ കണ്ണീർ കണങ്ങൾ സങ്കടക്കടലായി മാറി. അപ്പോഴെല്ലാം മൂവാണ്ടൻ മാവ് ആടിയുലഞ്ഞ് കുളിർകാറ്റിന് ജന്മം നൽകിക്കൊണ്ട് ചുട്ടുപൊള്ളുന്ന വേദനയ്ക്ക് ആശ്വാസം പകരുന്നുണ്ടായിരുന്നു. മൂവാണ്ടൻ മാവിൻ ചൂട്ടിൽ ഇരുന്ന് തന്നെ രാകേഷ് പോയ കാര്യം വിവരിച്ചു. ആരോമൽ, നമ്മുടെ പൊന്നുമോന് എന്തു പറ്റി? സൗദാമിനി ഇടയ്ക്ക് കയറി ചോദിച്ചുകൊണ്ടിരുന്നു. അവനും മറ്റ് 2 കുട്ടികളും ഉൾപ്പെടെ 7 പേരെ റിമാൻഡ് ചെയ്തു. ജയിലിലായി നമ്മുടെ പുന്നാരമോൻ. നിന്റെ നിർബന്ധത്തിന് വഴങ്ങി കഴിഞ്ഞ മാസം വാങ്ങിക്കൊടുത്ത ബൈക്ക് ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലാണ്. ചേട്ടാ, എവിടെ വെച്ചാ അപകടമുണ്ടായത്? മോന് വല്ലതും? ആരോമലേ, സൗദാമിനിയുടെ കരച്ചിൽ അത്യുച്ചത്തിലായി. രാകേഷ് അവളെ സാന്ത്വനപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ തുടർന്നു. എല്ലാം നീ വരുത്തിവെച്ച ലാളനയുടെ ഫലമാ. ചേട്ടാ, എൻ്റെ മോന് എന്തു പറ്റി? സൗദാമിനിയുടെ സങ്കടക്കടൽ ആർത്തിരമ്പിക്കൊണ്ടിരുന്നു. അപകടമല്ല, സ്വയം വരുത്തി വെച്ചതാ. അയാൾ സൗദാമിനിയുടെ ചേഷ്ടകൾ ഒന്നും ഗവനിക്കാതെ തുടർന്നു. മയക്കുമരുന്ന് കച്ചവടം. അതിനടിമയായ അവൻ പണത്തിന് കണ്ടെത്തിയ മാർഗം. അയച്ചു കൊടുത്ത കാശ്, ഫീസടക്കാതെയുള്ള വിലസലുകൾ, അതും പറ്റാതെ തേടിയ പുതിയ മാർഗം. വൻ റാക്കറ്റിൻ്റെ പിടിയിൽപ്പെട്ട ആരോമൽ. അവനെ രക്ഷിക്കണം ചേട്ടാ. സൗദാമിനി അലറിക്കരഞ്ഞു. അതിനു വേണ്ട കാര്യങ്ങൾ നീക്കിയ ശേഷമായിരുന്നു രാകേഷ് തിരിച്ചെത്തിയത്. നാളത്തെ മാധ്യമങ്ങളിലും കുട്ടികളുടെ പേര് വരാതിരിക്കുവാനും രാകേഷ് ഓരോ കരുക്കളും മാവിൻ ചൂട്ടിലിരുന്ന് നീക്കിക്കൊണ്ടിരുന്നു. ഹൃദയതാളത്തിൻ്റെ കുതിച്ചു പായുന്ന വേഗതയ്ക്കിടയിലും വേദനയിൽ ചുട്ടുപൊള്ളുന്ന രാകേഷും സൗദാമിനിയും മുഖാമുഖം നോക്കിയിരുന്നു. മൂവാണ്ടൻ മാവ് ആശ്വസിപ്പിക്കും വണ്ണം ഇളം കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ഒപ്പം മധുരമുള്ള മൂവാണ്ടൻ മാമ്പഴം പൊഴിക്കുന്നുമുണ്ടായിരുന്നു. അപ്പോഴും രാകേഷ് പണ്ടു പറഞ്ഞ വാക്കുകൾ സൗദാമിനിയുടെ വേദനിക്കുന്ന ഹൃദയത്തിലേക്ക് പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും. എല്ലാവർക്കും നമസ്കാരം. ഇതോടുകൂടി മൂവാണ്ടൻ മാവ് ഇവിടെ പൂർണ്ണമാകുന്നു.